ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു മരച്ചീനി കപ്പ എന്നൊക്കെ പറയും, കപ്പക്കിഴങ്ങ് മരച്ചീനിയാണിത്. ഇതുകൊണ്ട് നല്ല ഒരു ഡിഷ് ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. കുറച്ച് തേങ്ങാപ്പീരെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് ഈ കിഴങ്ങ് ഞാനിവിടെ വെച്ചിരിക്കുക, മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇതിൽ ഗ്രേറ്ററിലിട്ട് ചിരണ്ടിയെടുക്കാം. നമ്മളിതിൻ്റെ കിഴങ്ങ് നമ്മളിവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, പച്ചക്കിഴങ്ങ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ കിഴങ്ങ് തിരുമാം. നന്നായിട്ട് ഇതിൻ്റെ കട്ട് കളയാനാണ്. ഇത് ഇങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞ് പിഴിഞ്ഞിങ്ങനെ മുഴുവനെടുക്കാം. അടപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇഡ്ഡലി പാത്രമാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇവിടെ. ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക്, ഓരോ തട്ടില്ലേ, അതിലിങ്ങനെ കുറേശ്ശെ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലിട്ട് കുറേശ്ശെ പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഗ്രേറ്റ് ചെയ്ത് വെള്ളം ഒഴിച്ച് കട്ടൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഇതുണ്ട്, കിഴങ്ങ് മരച്ചീനി, അത് നമുക്കിങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടച്ച് നന്നായിട്ട് വേവട്ടെ. ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ആവി ആവി ഇതിനകത്ത് ഈ കപ്പ നമ്മൾ ഇടുമ്പോൾ, കപ്പ നമ്മൾ ഈ ഇതൊക്കെ കട്ട് കളയുമ്പോൾ അതിനകത്ത് ഉപ്പ് ചേർക്കണം കേട്ടോ. കട്ട് കളഞ്ഞിട്ട് ഇടുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ വിട്ടുപോയതാണ്. ഒരല്പം ഉപ്പ്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കണം എന്നല്ല, ഞാനിങ്ങനെ എടുത്തതേ ഉള്ളൂ. നമ്മൾക്ക് പൊടിച്ച് കഴിക്കാം. മരച്ചീനി സ്വീറ്റ് അല്ലെങ്കിൽ കപ്പ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിറം വ്യത്യാസം വന്നത്. ഇത് ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡ്, ഇതിൻ്റെ പുറവശം മറിച്ചിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി. അത് കണ്ടോ, ഇതിനകത്ത് നമ്മൾ പഞ്ചസാരയൊക്കെ ഉരുകുമ്പോൾ പഞ്ചസാര തേങ്ങ ഇട്ടുകൊണ്ടാണ് ഈ നിറം വരുന്നത്. മറ്റത് ഇതിൻ്റെ മുൻവശം ഇതാണ്, ഇത് പുറവശമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് കഴിച്ച് നോക്കട്ടെ, മുറിച്ച് നോക്കട്ടെ എങ്ങനെ ഇടുന്നു. അടിപൊളി സ്വാദാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. ഞാൻ ഉപ്പിടാൻ പറയാൻ മറന്നുപോയി, അത് നിങ്ങൾ ഓർത്തോളണേ. കുറച്ച് ഉപ്പിട്ടെങ്കിലേ ടേസ്റ്റ് ശരിക്കും നിൽക്കുകയുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.